നെക്സ്റ്റ് ടോപ്പിക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എയിം എന്ന് പറയുന്നത് ചില എലമെൻ്ററി റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു ലിവ് അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, ഇങ്ങനെയുള്ള ചില എലമെൻ്ററി റൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഇൻവയലബിൾ ആയിട്ട് റിഗാർഡ് ചെയ്യണം എല്ലാ സാഹചര്യങ്ങളിലും. മാത്രമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൻ്റെ ഒരു ഫ്രീ ഹാൻഡ് ഇൻ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർഫിയറിങ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നതിന് നമുക്ക് ലെജിസ്ലേച്ചർ, നമ്മുടെ കൺട്രിയിലെ ലെജിസ്ലേച്ചേഴ്സിന് ഒരു മെജോറിറ്റി ഷിഫ്റ്റിംഗ്, അതിനൊരു ഫ്രീ ഹാൻഡ് ഉണ്ടാവില്ല. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നും പറയും. അതായത് ഇത്രയേ ഉള്ളൂ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ: റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, ഇതുപോലുള്ള എലമെൻ്ററി റൈറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എയിം എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യമായാലും ഈ പറയുന്ന റൈറ്റ്സൊക്കെ ഇൻവയലബിൾ ആണ്, നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള മിക്കുള്ള ലെജിസ്ലേച്ചേഴ്സ് ലോ ഷിഫ്റ്റ് ചെയ്താൽ പോലും അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഇൻ്റർഫിയർ ചെയ്യരുത്. മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യാത്തവണ്ണം ആയിരിക്കണം നമ്മൾ മെജോറിറ്റി ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ചേഞ്ച് ചെയ്താലും അത് എന്തിനെ അഫക്റ്റ് ചെയ്യരുത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യരുത്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നും പറയും. E.P. റോയപ്പ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടുവിൻ്റെ കേസിൽ ഇക്വാലിറ്റീനെ കുറിച്ച് ഒരു പുതിയ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് കോൺസെപ്റ്റ്, ഒരു ചേഞ്ചിങ് കോൺസെപ്റ്റാണ്. അതിന് പല ആസ്പെക്ട്സും ഡയമെൻഷൻസും ഉണ്ട്. അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനോ ക്യാബൈൻ ചെയ്യാനോ കൺഫൈൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇക്വാലിറ്റിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല. നമുക്ക് പോസിറ്റിവിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ട്രഡീഷണൽ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആൻറ്റിതീസിസ് ടു ആർബിട്രറിനെസ് എന്ന് പറയാം, ഒരു പോസിറ്റിവിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഇൻഫാക്റ്റ് ഇക്വാലിറ്റിയും ആർബിട്രറിനെസ്സും ഇക്വാലിറ്റിയും സ്വോൺ എനിമീസാണ്. ഒരെണ്ണം റിപ്പബ്ലിക് റൂൾ ഓഫ് ലോയിൽ വരുന്നു, മറ്റത് ഒരു അബ്സല്യൂട്ട് മൊണാർക്കിൻ്റെ ക്യാപ്രൈസിൽ അല്ലെങ്കിൽ വിമ്മിൽ വരുന്നു. സോ ഒരു ആക്ട് ആർബിട്രറി ആകുമ്പോൾ അതിൽ ഇംപ്ലിസിറ്റാണ്, അത് ഇംപ്ലൈഡ് ആണ് എന്ത് അൺഈക്വൽ ആണെന്ന്. എന്തിലൊക്കെ? പൊളിറ്റിക്കൽ ലോജിക്കിലായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലായാലും രണ്ടിലും അൺഈക്വൽ ആണെന്ന് ഇംപ്ലൈഡ് ആണ് ഒരു ആക്ട് ആർബിട്രറി ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് വയലേറ്റഡ് ആയിരിക്കും ആർബിട്രറി ആണെന്നുണ്ടെങ്കിൽ. ഈ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ ഇക്വാലിറ്റിക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 361 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ഫോളോയിങ് എക്സെപ്ഷൻസ് റൂളിന് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഗവർണർ, ഒരു സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഗവർണർ കോർട്ടിൽ ആൻസറബിൾ ആയിരിക്കില്ല, അദ്ദേഹത്തിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ ടേം ഓഫ് ഓഫീസ് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു കോർട്ടിലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സോ അതൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ പറ്റില്ല പ്രസിഡൻറ്റിനെയോ ഗവർണറിനെയോ എഗെയിൻസ്റ്റ്. അതായത് പ്രസിഡൻറ്റോ ഗവർണറോ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന അവരുടെ ടേം ഓഫ് ഓഫീസിൻ്റെ ടൈമിൽ അവരുടെ എഗെയിൻസ്റ്റ് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പറയുന്ന പ്രസിഡൻറ്റിൻ്റെയോ ഗവർണറിൻ്റെയോ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സിവിൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിലീഫ് അവരുടെ എഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ ഡ്യൂറിങ് ദ ടേം ഓഫ് ഹിസ് ഓഫീസ് ഇൻ എനി കോർട്ട്, ഒരു കോർട്ടിലും ഉണ്ടാവാൻ പാടില്ല. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവരെന്തെങ്കിലും ആക്ട് ചെയ്തു, അല്ലെങ്കിൽ പർപ്പോർട്ടിങ് ടു ബി ഡൺ ബൈ ഹിം, അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു എന്ന രീതിയിൽ, അത് അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അങ്ങനെയുള്ളൊരു സിവിൽ പ്രൊസീഡിങ്സിൻ്റെ ക്ലെയിമോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു റിലീഫും അവരുടെ എഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല അവർ ഈ ടേം ഓഫ് ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ. സോ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാലും ഇക്വാലിറ്റി ബിഫോർ ലോ,
അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, പ്രസിഡൻറ്റോ ഗവർണറോ ഒരു കോർട്ടിലും ആൻസറബിൾ ആയിരിക്കില്ല. അവർ ആ ഒരു ടേം ഓഫ് ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സോ അവരുടെ എഗെയിൻസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ആ ഒരു ടേം ഓഫ് ആ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് എഗെയിൻസ്റ്റ് സിവിൽ പ്രൊസീഡിങ്സിൻ്റെ റിലീഫൊന്നും ക്ലെയിം ചെയ്യാനും പാടില്ല. അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ. ചില ഗ്രൗണ്ട്സിൽ ഈ ഡിസ്ക്രിമിനേഷൻ്റെ പ്രൊഹിബിഷനുണ്ട്. ആർട്ടിക്കിൾ 15 subsection 1 provides that state shall not discriminate against any citizen on ground only of. ഈ പറയുന്ന ഗ്രൗണ്ട്സിൽ ഒരു സിറ്റിസനെയും നമ്മുടെ സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. പറയുന്ന ഒന്നിൻ്റെയും പേര് ഒരു ഡിസ്ക്രിമിനേഷനും ഒരു സിറ്റിസണും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അവർക്കൊരു ഡിസ്ക്രിമിനേഷനും വരാൻ പാടില്ല. ഡിസ്ക്രിമിനേഷൻ്റെ എഗെയിൻസ്റ്റുള്ള പ്രൊവിഷനാണ്, ഡിസ്ക്രിമിനേഷൻ്റെ പ്രൊഹിബിഷനാണ് എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ? ഈ പറയുന്ന കാര്യങ്ങളിൽ. ആർട്ടിക്കിൾ 15 subsection 2 provides that no citizen shall be on any above ground subject to any disability, liability, restriction or condition with regard to. അതായത് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഒരു സിറ്റിസണും നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട്സിൽ അവരിപ്പോൾ ഡിസബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ, കണ്ടീഷൻ ഇതൊക്കെ റിഗാർഡിംഗ് ആയിട്ട് സബ്ജക്റ്റ് ആവാൻ പാടില്ല. എന്തിനൊക്കെ? ആക്സസ് ടു ഷോപ്പ്, public restaurant, hotel and place of public entertainment or use of well, tank, bathing guts, roads and places of public resort maintained wholly or partly out of state funds or dedicated to the use of general public. അതായത് എന്തെങ്കിലും ഡിസബിലിറ്റിയോ ലയബിലിറ്റിയോ റെസ്ട്രിക്ഷനോ കണ്ടീഷനോ ഇതുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർക്കൊരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ വരാം. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേസസിൽ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട്സിൽ മാത്രം ഒരു സിറ്റിസണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ കേസസിൽ അവർക്ക് ഡിസബിലിറ്റിയോ ലയബിലിറ്റിയോ റെസ്ട്രിക്ഷനോ കണ്ടീഷനോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും? ഒന്ന്, അവർക്ക് ആക്സസ് ടു ഷോപ്പ് നടത്താൻ അല്ലെങ്കിൽ പബ്ലിക് റെസ്റ്റോറൻറ്റ്സ് നടത്താൻ, ഷോപ്പ് ആക്സസ് ചെയ്യാൻ, പബ്ലിക് റെസ്റ്റോറൻറ്റ് നടത്താൻ, ഹോട്ടൽ, പബ്ലിക് എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്ലേസസ് നടത്താനൊക്കെ, അല്ലെങ്കിൽ വെൽസ്, ടാങ്ക്, ബാത്തിങ് ഗട്ട്സ്, റോഡ്സ്, പ്ലേസ് ഓഫ് പബ്ലിക് റിസോർട്ട്, പബ്ലിക്കായിട്ടുള്ള പ്ലേസസ് ഒന്നുകിൽ ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ യൂസിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഇതൊക്കെ യൂസ് ചെയ്യാൻ ഒരു സിറ്റിസണെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൗണ്ട്സിൻ്റെ ബേസിസിലും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്താനൊന്നും പാടില്ല. അതായത് അവർക്ക് ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 3, 4 and 5 എക്സെപ്ഷൻസ് ആർട്ടിക്കിൾ 15 subsection 3 section 4 subsection 5 ഈ 3 എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. കണ്ടെയ്ൻ എക്സെപ്ഷൻ ടു ജനറൽ പ്രിൻസിപ്പിൾ ലേ ഡൗൺ. ആർട്ടിക്കിൾ 15 subsection 1നും 2നും പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു എക്സെപ്ഷൻസ് ആണ് ഇനി പറയുന്ന 3, 4 and 5. ഇങ്ങനെയൊക്കെ പ്രൊഹിബിഷൻ ഡിസ്ക്രിമിനേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്റ്റേറ്റിൽ നമുക്കൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവന്നുകൂടാന്നില്ല. വുമണ്ണോ ചിൽഡ്രനോ എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവന്നുകൂടാന്നില്ല. അവർക്ക് റിസർവ്ഡ് ആയിട്ട് നമുക്ക് പ്രൊവിഷൻസ് കൊണ്ടുവരാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള സിറ്റിസൺസ്, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എഡ്യൂക്കേഷണലിയും സാമൂഹികപരമായിട്ടും എഡ്യൂക്കേഷൻ്റെ ബേസിസിലും ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർക്ക് അവരുടെ അഡ്വാൻസ്മെൻറ്റിന്, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന്, അവരുടെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നുകൂടാന്നില്ല. ഇക്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവന്നുകൂടാന്നില്ല. അവർക്കൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ ലീഗലി നമുക്ക് ഇതുപോലെ തന്നെ സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസസ് ഓഫ് സിറ്റിസൺസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ അഡ്വാൻസ്മെൻറ്റിന് ലീഗലി സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നുകൂടാന്ന് ഇല്ല. ദാറ്റ് മീൻസ് നമുക്ക് അവർക്ക് വേണ്ടിയും സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരാം. പക്ഷേ ഒരു പ്രൊഹിബിഷൻ ഇൻ സോ ഫാർ ആസ് ഈ സ്പെഷ്യൽ പ്രൊവിഷൻസ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ
എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അഡ്മിഷൻ റിലേറ്റഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ എന്തൊക്കെ വരാം? പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരാം. എയ്ഡഡ് ആവാം, അൺഎയ്ഡഡ് ആവാം ബൈ സ്റ്റേറ്റ്. അതർ ദാൻ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെയുള്ള പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ്. ഇവിടെ റിലേറ്റഡ് ആയിട്ട് ഇവിടത്തേക്കുള്ള ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അഡ്മിഷൻ റിലേറ്റഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടെങ്കിലും അത് മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എന്ത് സ്പെഷ്യൽ പ്രൊവിഷൻസും ഈ പറയുന്ന ക്ലാസസ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരാം. ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി എന്ന് പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ റിലേറ്റഡ് മാറ്റേഴ്സിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതായത് ഏതൊരു ഓഫീസ് അണ്ടർ ദി സ്റ്റേറ്റിലെ ഏതൊരു ഓഫീസിലും എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് മാറ്റേഴ്സിന് എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഇക്വാലിറ്റി അവരുടെ ഓപ്പർച്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കണം. സ്റ്റേറ്റിലെ ഏതൊരു ഓഫീസ് അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയ്മെൻറ്റ് അതിൽ ഒരു ഡിസ്ക്രിമിനേഷനും നമ്മൾ ഒരു സിറ്റിസണിനും റേസിൻ്റെയോ റിലീജിയൻ്റെയോ കാസ്റ്റോ സെക്സോ ഡീസൻ്റോ പ്ലേസ് ഓഫ് ബർത്തോ റെസിഡൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് കാരണം ഒരു സിറ്റിസണും ഇനെലിജിബിൾ ആവുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റഡ് ആവുകയോ ചെയ്യാൻ പാടില്ല എംപ്ലോയ്മെൻറ്റിലോ ഓഫീസിലോ. അതിൻ്റെ എക്സെപ്ഷൻസാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിന് ലോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാർലമെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. എന്ത് റിഗാർഡിങ് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ടു എനി ഓഫീസ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസിലേക്കുള്ള എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഒരു സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഉണ്ടാക്കിക്കൂടാ എന്ന് പാർലമെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ലോക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതർ അതോറിറ്റി, ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസ് വിത്തിൻ എവിടെ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എംപ്ലോയ്മെൻറ്റോ അപ്പോയിൻമെൻറ്റോ അവർക്ക് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയോ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന സ്റ്റേറ്റോ യൂണിയൻ ടെറിട്ടറിക്കോ ഉള്ളിൽ അവർ റിസൈഡ് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് അങ്ങനെയും പാടില്ല. അതായത് ഇങ്ങനെ അവർക്ക് ജോലി കൊടുക്കുന്ന ടൈമിൽ അവർ റെസിഡൻറ്റ് ആയിരിക്കണം പ്രയർ ടു എന്നുള്ളൊരിത് വരാൻ പാടില്ല. അതായത് അവർക്കിപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് ശേഷം അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് ശേഷം അവർ ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിലുണ്ടായിരിക്കണം. മാത്രമല്ല അത് റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് പാർലമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റും. ഇത് എക്സെപ്ഷൻ ടു എന്താണ് തൊട്ട് മുന്നേ പറഞ്ഞ ഈ പറയുന്ന റിലീജിയൻ, റേസ് ഇതിൻ്റെയൊക്കെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ഓഫീസിലല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ. അതിൻ്റെ എക്സെപ്ഷനാണ് ഇത്. പാർലമെൻറ്റിന് ഇത്രയേ ഉള്ളൂ. പാർലമെൻറ്റിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓഫീസിലേക്കുള്ള എംപ്ലോയ്മെൻറ്റ് അപ്പോയിൻമെൻറ്റ് അതിൽ ക്ലാസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിന് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ലോ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും പാർലമെൻറ്റിന്. ഇനി സ്റ്റേറ്റിൻ്റെ ഒപ്പീനിയനിൽ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള സർവീസസിനെ അഡിക്വേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ്. അവരുടെ ഫേവറായിട്ട് അപ്പോയിൻമെൻറ്റ്സോ പോസ്റ്റോ കൊടുക്കാൻ വേണ്ടി റിസർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രൊവിഷനില്ല. അതായത് ഈ പറയുന്ന പ്രൊവിഷൻസ് ഒന്നും ഈ ആർട്ടിക്കിളിലുള്ള പ്രൊവിഷൻസ് ഒന്നും സ്റ്റേറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രൊവിഷൻസ് അപ്പോയിൻമെൻറ്റിനോ പോസ്റ്റോ ആർക്ക് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസണിന് അപ്പോയിൻമെൻറ്റിനെയോ അല്ലെങ്കിൽ പോസ്റ്റിനോ റിസർവേഷന് എതിരെയുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തുകൂടാന്ന് സ്റ്റേറ്റിന് ഒരു പ്രൊഹിബിഷനും ഇല്ല. ഈ പറയുന്ന ഒരു പ്രൊവിഷൻസ് അത് നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ സർവീസ് ഓഫ് സ്റ്റേറ്റിൻ്റെ സർവീസിൽ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് സ്റ്റേറ്റിന് ഇതിനെക്കുറിച്ച് ഈ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് പീപ്പിളിന് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസണിന് ഫേവർ അവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് റിസർവേഷൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിൻ്റെ റിസർവേഷൻ ഇത് റിലേറ്റഡ് പ്രൊവിഷൻസ് സ്റ്റേറ്റിന് മേക്ക് ചെയ്തുകൂടാ എന്നില്ല. മീൻസ് സ്റ്റേറ്റിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ അപ്പോയിൻമെൻറ്റിനോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിൻ്റെയോ റിസർവേഷന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം സ്പെഷ്യൽ പ്രൊവിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും.
അതുപോലെ വരുന്ന പോയിൻ്റാണ് അടുത്തത്. സ്റ്റേറ്റിൻ്റെ സർവീസസിൽ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റേറ്റിന് എന്തിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നുകൂടാന്നില്ല. അതായത് സ്റ്റേറ്റിന് ഇനി പറയുന്ന കാര്യത്തിന് അവർക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരാം. ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്ക് ഫേവറായിട്ട് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള സർവീസസിൻ്റെ ഏതെങ്കിലും ക്ലാസ് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഓഫ് പോസ്റ്റ് അവരുടെ കോൺസിക്വൻഷ്യൽ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് റിസർവേഷൻ അവർക്ക് സ്റ്റേറ്റിന് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC/ST, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് അവർ ഫേവർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സർവീസ്, ആ സർവീസസിൻ്റെ പോസ്റ്റ് കാണും. ആ പോസ്റ്റിന് കോൺസിക്വൻഷ്യൽ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ SC/ST എന്നുള്ള അവർക്കൊരു റിസർവേഷൻ കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന പോസ്റ്റിൽ പ്രൊമോഷനിൽ ഇവർക്കും റിസർവേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാൻ ആർക്ക് പവറുണ്ട്, സ്റ്റേറ്റിന് പറ്റും. അതായത് ഈ പറയുന്ന ആർട്ടിക്കിൾ ഒന്നും ഈ ഓഫീസിൻ്റെ ചുമതലക്കാരനാണെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഏതെങ്കിലും നിയമത്തിൻ്റെ ലോയിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഏതെങ്കിലും അംഗത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധം അതിൻ്റെ ബോഡി ഒരു പ്രത്യേക മതം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും. അതായത് ഒരു റിലീജിയസ് ആയിട്ടോ ഡിനോമിനേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഓഫീസ്, ആ ഓഫീസിൽ പവറുള്ള ആൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ബോഡിയുടെ മെമ്പർ, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു പ്രത്യേക റിലീജിയനിൽ പെട്ട അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിനോമിനേഷനിൽ പെട്ട ആൾ, അതായത് ലീഗലി അല്ലെങ്കിൽ അവർക്ക് പറയാം ഇന്ന റിലീജിയൻ അല്ലെങ്കിൽ ഇന്ന ഡിനോമിനേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ട ആൾ ആണ് എന്നുള്ള ഒരു ക്ലോസ് അവർക്ക് കൊണ്ടുവരാൻ ഒരു പവർ ഉണ്ടെന്ന് പറയുന്നു.